നീ കൂടെ ഉണ്ടായിട്ടും നീ ഒപ്പം ഉണ്ടായിട്ടും അയാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നിന്റെ മിസ്റ്റേക്ക്. ഒരു പങ്കാളിക്ക് ആവശ്യമായ സ്നേഹവും കെയറും ആഗ്രഹിക്കുന്നത് എന്ത് എന്നത് അത് സോഷ്യൽ മീഡിയയിലോ മറ്റുള്ള ഇടത്തോ മറ്റവന്റെ ലൈഫോ നോക്കി ഡിസൈഡ് ചെയ്യേണ്ടതല്ല, സ്വന്തം വിനയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനനുസരിച്ച് അവരുടെ കൂടെ നിന്നെങ്കിൽ 99% അടുത്ത വാഹനം തേടി യാത്ര പോകൂല. ഇനി നീ എല്ലാ അർത്ഥത്തിലും സാക്രിഫൈസ് ചെയ്ത് നീ നിന്റെ പ്രണയം പകുത്തു നൽകിയിട്ടും അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് മറ്റൊരിടത്ത് പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ അതിലും വലിയ ചീറ്റിംഗ്, അതിലും വലിയൊരു മോശത്തരം ഈ ഭൂമിയിൽ വേറെയില്ല. അല്ലെങ്കിൽ നൈസായി മാറിക്കൊടുത്തേക്കുക. 100% ഉറപ്പാണ്, നീ അനുഭവിച്ച വേദന, നീ അനുഭവിച്ച സങ്കടം, നിന്റെ കണ്ണെന്ന് ഉതിർന്നു വീണ കണ്ണുനീർ, അത് അവനാവട്ടെ അവളാവട്ടെ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. എല്ലാ പുരുഷന്മാരോടും ഒരു കാര്യം, സ്വന്തം പരിധിയും പരിമിതിയും സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടി നടന്ന് അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. 10, 40, 50 വയസ്സാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ, എന്നാൽ സഹായിച്ച ഒരാളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്വന്തം കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാവണം. എല്ലാരെയും സേഫാക്കി അവസാനം നിങ്ങൾക്ക് 60 ആകുമ്പോഴേക്ക് നിങ്ങളുടെ സേഫാക്കാൻ ഒരാളും വരാൻ സാധ്യതയില്ല. ഇതാരെയും ഹെൽപ്പ് ചെയ്യേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. സ്വന്തം കാര്യം കൂടി കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു മധുരവും ഉണ്ടാവുകയില്ല. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകാനും പിണക്കങ്ങൾ മാറാനും നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കാനും മഹാന്മാർ ഒരു മരുന്ന് പഠിപ്പിച്ചു തരുന്നു. ഒരാൾ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് ദിവസവും 11 തവണ പതിവാക്കി കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹമുണ്ടാവുകയും പിണക്കങ്ങൾ മാറുകയും സമാധാനം ലഭിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത മറ്റൊരു മുഖമുണ്ടാകും. ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരാളെയും അമിതമായി വെറുക്കുകയും അമിതമായി സ്നേഹിക്കുകയും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും ഒരു മിതത്വം നല്ലതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്ന് എന്ത് സംഭവിച്ചാലും നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നമുക്ക് സഹിക്കാനും പൊറുക്കാനും ബുദ്ധിമുട്ടാണ്. അത് വിശ്വാസ വഞ്ചനയാണ്. നമ്മൾ ഒരാളോട് കാണിച്ച ട്രസ്റ്റ് അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, കപട വിശ്വാസിയുടെ 3 ലക്ഷണങ്ങളിൽ ഒന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ വഞ്ചിക്കുമെന്നതാണ്. വിശ്വാസ വഞ്ചന വരാതെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ബന്ധം മനോഹരമായിട്ട് മുന്നോട്ട് പോകും.